ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹോസ്റ്റാർ മീഡിയ. ഞാൻ ഹർഷാദ് ബാനൂർ. വയനാട് ജില്ലയിൽ ഇന്നലെ ഒരു പെൺകുട്ടി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു 21 വയസ്സുള്ള ഷഹന ഫാത്തിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ഈ പെൺകുട്ടി ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് വെറും 2 ആഴ്ച ആവുന്നതേ ഉള്ളൂ. ഈ മാസം 11 തീയതിയാണ് ഈ ഷഹാനാന്റെയും അതുപോലെ തന്നെ വൈത്തിരി സ്വദേശി അർഷാദിന്റെയും കല്യാണം കഴിയുന്നത്. ഈ ഷഹാന ഫാത്തിമ വയനാട് ജില്ലയിൽ തന്നെ കൽപ്പറ്റ അഞ്ചുകുന്ന് സ്വദേശിനിയാണ് ഈ ഷഹാന ഫാത്തിമ. ഈ മാസം 11 തീയതി ഇവരുടെ കല്യാണം കഴിഞ്ഞ് അന്ന് വൈകിട്ട് തന്നെ ഷഹാന ഫാത്തിമക്ക് കടുത്ത പനി ബാധിച്ചു. അങ്ങനെ അവിടുന്ന് വയനാട് ജില്ലയിലെ ഒരു ഹോസ്പിറ്റലിൽ പ്രവേശിച്ച് പിന്നെ അവിടുന്ന് കോഴിക്കോട് ജില്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നിട്ടൊന്നും ഷഹാനന്റെ ഈ പനിക്കൊരു ശമനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നലെ, അതായത് ശനിയാഴ്ച പുലർച്ചെ ഷഹാന ഈ ലോകത്തോട് വിട പറഞ്ഞു. ഏറെ സന്തോഷത്തോടെ പൊതുജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചതായിരുന്നു ഷഹാനയും അർഷാദും. പക്ഷെ ഇവരെ തേടിയെത്തിയത് മറ്റൊരു വിധിയാണ്. ഷഹാനക്ക് ഈ കടുത്ത പനി, കല്യാണത്തിന്റെ അന്ന് വൈകുന്നേരം തന്നെ ഷഹാന ഫാത്തിമയ്ക്ക് ഈ പനി പിടിപെട്ടിരുന്നു. പക്ഷെ പനി കൂടുതൽ ശക്തമായതോടെ ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ അവിടുന്ന് പിന്നീട് കോഴിക്കോട്ടേക്ക് മാറ്റി. അവിടെ നിന്നാണ് ഷഹാന ലോകത്തോട് വിട പറഞ്ഞത്. ഏറെ സങ്കടത്തിലാണ് ഇവരുടെ നാട്ടുകാർ, ഈ ഷഹാന ഫാത്തിമന്റെയും അതുപോലെ തന്നെ അർഷാദിന്റെയും. വയനാട് ജില്ലയിലെ അഞ്ചുകുന്ന് കാവുങ്ങുംതൊടിയയിലാണ് ഈ ഷഹാന ഫാത്തിമന്റെ വീട്. അവിടെ ഈ ഷഹാന ഫാത്തിമയുടെ ഉപ്പയുടെ പേര് മമ്മൂട്ടി എന്നും ഉമ്മയുടെ പേര് ജുബൈരിയ എന്നുമാണ്. 21 വയസ്സാണ് ഈ ഷഹാന ഫാത്തിമക്ക് പ്രായം. ഏറെ സങ്കടത്തിലാണ് ഇവരുടെയൊക്കെ വീട്ടുകാരും കുടുംബക്കാരും എല്ലാം. കാരണം ഏറെ സന്തോഷത്തോടെ ഇവർ പൊതുജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച്, അതിനേക്കാൾ കൂടുതൽ ഈ അർഷാദിന്റെയും അതുപോലെ തന്നെ ഷഹാനാന്റെയും കുടുംബം ഒരുപാട് സന്തോഷിച്ച് ഞങ്ങളുടെ മക്കളെ കല്യാണം നടക്കാൻ പോകുന്നതെന്നൊക്കെ. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ആ കല്യാണം നടന്നു. പക്ഷേ പിന്നെ അന്ന് വൈകിട്ടാണ് ഈ ഒരു സംഭവം, ഈ ഒരു പനി ഷഹാനക്ക് വരുന്നത്. വെറും ഒരു സാധാരണ പനിയാവും എന്നാണ് ഷഹാനാന്റെയും അതുപോലെ തന്നെ ഈ അർഷാദിന്റെ വീട്ടുകാർ വിചാരിച്ചത്. പിന്നീട് ഓരോ ദിവസം കഴിയുന്തോറും ഷഹാനയുടെ പനി കൂടി വന്നു. അങ്ങനെ ഇവർ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവിടെ നിന്നാണ് ഈ ഒരു സംഭവം. മറ്റൊരു പനി ബാധിച്ച് മരണം സംഭവിച്ചിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. അവിടെ ബന്ദിയോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഷിറിയ ബത്തേരിയിലെ ഖലീൽ അഫ്സ ദമ്പതികളുടെ മകൾ ഫാത്തിമ എന്ന് പറയുന്ന ഒരു 6 വയസ്സുകാരി, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി. ഈ ഫാത്തിമ എന്ന് പറയുന്ന ഈ കൊച്ചുകുട്ടിയും മരണപ്പെടുന്നത് പനി ബാധിച്ചിട്ട് തന്നെയാണ്. നമ്മുടെ നാടുകളിൽ ഇപ്പം നമ്മൾ കണ്ടുവരുന്ന, നമുക്ക് പിടിപെടുന്ന പനി, അതും വെറൊരു സാധാരണ പനിയാണ് എന്ന് നമ്മൾ വിചാരിക്കും. അതിനു വേണ്ടി നമ്മൾ ഡോക്ടറൊന്നും കാണിക്കാതെ പാരസിറ്റമോളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പനി മാറാനുള്ള ഗുളിക വേണ്ടി നമ്മൾ കഴിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള പനി അത് എന്തിന്റെ ലക്ഷണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമുക്ക് ഒരു പനി പിടിച്ചപാടെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകാനുള്ള മനസ്സ് കാണിക്കുന്നില്ല. ശരിക്കും ഒരു പനിയൊക്കെ നമുക്ക് വരുമ്പോഴത്തേനും നമ്മൾ നല്ലൊരു ഡോക്ടറെ കാണിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഈ പനി എന്ത് രോഗത്തിനുള്ള ലക്ഷണമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു സാധാരണ പനിയായിരിക്കും, പനി വന്ന് അങ്ങനെ പോകും. ചിലപ്പോൾ ഈ പനി വേറെ എന്തെങ്കിലും ഒരു രോഗത്തിന്റെ ലക്ഷണമായിട്ട് മാറും. കാസർഗോഡ് ഉപ്പള നയാബസാറിലെ AJM ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ ഫാത്തിമ എന്ന് പറയുന്ന ഈ ചെറിയൊരു കുട്ടി. ഒരാഴ്ച മുമ്പ് ഈ ഫാത്തിമക്ക് പനി പിടിച്ചിട്ട് അവിടെ കാസർഗോഡ് ജില്ലയിലെ കുമ്പള എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലായിരുന്നു ഈ ഫാത്തിമയെ അവിടുത്തെ ഒരു ഹോസ്പിറ്റലാണ് ഈ ഫാത്തിമയെ ഇവർ കാണിച്ചിരുന്നത്. പിന്നീട് പനി മൂർച്ഛിച്ചപ്പോൾ ഇവര് കുമ്പള സ്വകാര്യ ഹോസ്പിറ്റലിൽ നിന്നും ഫാത്തിമ മോളെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പക്ഷെ അവിടുന്ന് ഇന്നലെ ഉച്ചക്ക് ഫാത്തിമ മോളി ലോകത്തോട് വിട പറഞ്ഞു. നമ്മൾ സാധാരണ ഒരു പനിയാണ് എന്ന് വിചാരിച്ച് നമ്മൾ തള്ളിക്കളയുന്ന ഒരു രോഗമാണ് ഇന്നലെ മാത്രം 2 പേരുടെ ജീവനെടുത്തത്. അതും ഒന്നൊരു പുതുമണവാട്ടിയാണെങ്കിലും മറ്റൊന്ന് ഒരു 1-ാം ക്ലാസ് വിദ്യാർത്ഥിനി. ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. അവരുടെ 2 പേരുടെയും കുടുംബം വല്ലാതെ ദുഃഖിച്ചിരിക്കുന്ന സമയമാണ്. എന്തായാലും അവരുടെ കുടുംബത്തിന് ദൈവം ക്ഷമ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വരുന്ന എന്ത് അസുഖങ്ങളായാലും അതിന് നമ്മൾ സ്വയം ഒരു ചികിത്സ കണ്ടെത്താതെ നമ്മൾ നല്ലൊരു ഡോക്ടറെ പോയി കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പനി പോലുള്ള ചെറിയ അസുഖങ്ങളൊക്കെ വന്നാൽ പോലും ഒരു പാരസിറ്റമോളിൽ ഒതുക്കാതെ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഡോക്ടർ തരുന്ന
മരുന്ന് ഏതാണോ ഗുളിക ഏതാണോ അതാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇപ്പോൾ എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ സ്വയം ചികിത്സിക്കാതെ നല്ലൊരു ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇപ്പം നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. കൂടുതൽ വീഡിയോസുകളുമായി നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.